അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ പുതിയ വനിതാ ഭാരവാഹിയായി ജോമോൾ. ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മ എക്സിക്യൂട്ടീവിലെ വനിതാ അംഗമായി നടി ജോമോളെ തെരഞ്ഞെടുത്തു. ഭാരവാഹി തെരഞ്ഞെടുപ്പിന് ശേഷം ചേർന്ന അമ്മയുടെ ആദ്യ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം. നടൻ മോഹൻലാലും അമ്മ സെക്രട്ടറി സിദ്ദിഖും ചേർന്നാണ് വിവരം മാധ്യമങ്ങളെ അറിയിച്ചത്. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന്റെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണെന്നും അതുകൊണ്ട് തന്നെ റിപ്പോർട്ടിൽ അഭിപ്രായ പ്രകടനം നടത്തുന്നില്ലെന്നും യോഗം തീരുമാനിച്ചു. റിട്ടയർഡ് അധ്യാപകൻ വീടിനുള്ളിൽ മരിച്ച നിലയിൽ. കണ്ണൂർ കണ്ണാടിപ്പറമ്പിൽ തനിച്ച് താമസിക്കുകയായിരുന്ന റിട്ടയർഡ് അധ്യാപകനെ മരിച്ച നിലയിൽ കണ്ടെത്തി. CK വാമനനാണ് മരിച്ചത്. 68 വയസ്സായിരുന്നു. വീടിനുള്ളിലാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാമ്പുരുത്തി UP സ്കൂൾ അധ്യാപകനായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് DYFI സംഘർഷം, 5 പേർക്ക് പരിക്ക്. തിരുവനന്തപുരം നഗൂരിൽ DYFI യൂത്ത് കോൺഗ്രസ് സംഘർഷം, 5 DYFI പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നഗരൂർ പാലിന്റെ മൂട്ടിലാണ് വൈകുന്നേരം 7:30 ശേഷം സംഘർഷമുണ്ടായത്. നേരത്തെ ഉണ്ടായ വാക്കുതർക്കത്തിന്റെ ബാക്കിയായാണ് സംഘർഷം നടന്നതെന്നാണ് പ്രാഥമിക വിവരം. സംഘർഷാവസ്ഥയെ തുടർന്ന് പ്രദേശത്ത് വൻ പോലീസ് സംഘം നിലയുറപ്പിച്ചിട്ടുണ്ട്. കുഴിയിൽ വീഴാതിരിക്കാൻ സ്കൂട്ടർ വെട്ടിച്ചു. ടിപ്പർ ഇടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. ആലപ്പുഴയിൽ ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ ടിപ്പറിൽ കുടുങ്ങി റോഡിൽ വീണ് വീട്ടമ്മ മരിച്ചു. നൂറിനാട് പടനിലം സ്വദേശി ചന്ദ്രികയാണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. പൈപ്പ് ലൈൻ എടുത്ത കുഴിയിൽ വീഴാതിരിക്കാനായി സ്കൂട്ടർ വെട്ടിച്ചപ്പോൾ അതേ ദിശയിൽ വരികയായിരുന്ന ടിപ്പറിൽ കുടുങ്ങി വീഴുകയായിരുന്നു. KP റോഡിൽ കരിമുളക്കൽ ജംഗ്ഷനിൽ വൈകിട്ട് 6 മണിയോടെയായിരുന്നു അപകടം നടന്നത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടുനൽകും. ദുബൈയിൽ 3 ഇന്ത്യക്കാർ വിഷം കഴിച്ച് മരിച്ച നിലയിൽ. സ്വകാര്യ ക്ലീനിംഗ് കമ്പനിയിലെ തൊഴിലാളികളായ യുവാക്കളാണ് മരിച്ചത്. രാജസ്ഥാൻ ഉദ്യപൂർ സ്വദേശികളായ രാംചന്ദ്ര, പരശുറാം ഗർജാൻ, ശ്യാംലാൽ ഗുർജാൻ എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന 3 പേരെയും ഇന്ന് രാവിലെ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. വിവരമറിഞ്ഞ ഉടനെ പോലീസ് സംഭവ സ്ഥലത്തെത്തി. മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റിയതായി സാമൂഹിക പ്രവർത്തകൻ നസീർ വാടനാപ്പള്ളി അറിയിച്ചു.